ഇന്നത്തെ ചായ കൂടി പുറത്തുനിന്ന് വേണോ അതോ വീട്ടിൽ നിന്ന് കഴിക്കേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ എന്താ ചപ്പാത്തിയും ബാജിക്കറിയും. പിന്നെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ഷിബാബ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അരച്ച ദോശയില്ലേ, അരച്ച ദോശ ഇവിടെ മധുരമായിട്ട് ഉണ്ടാക്കും. അങ്ങനെ തന്നെ, വേറെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. അപ്പോൾ ഇതിന് തീരുമാനിച്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ മാഡത്തിനെ ഓഫീസിൽ ഇറക്കി കൊടുത്ത് നേരെ നമ്മളെ അവിടെ അടുത്ത് തന്നെ ബക്കാലുണ്ട്, സ്ഥിരം പോണ ബക്കാലാണ്. അവിടെ പോയിട്ടൊരു ചായയും 2 സാൻഡ്വിച്ച് കൊടുത്ത്. അതാകുമ്പോൾ 4 ദിർഹംസും കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കി അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ട് നമ്മൾ റബ്ദമാൾക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാട്ടിലേക്ക് വിടണ്ടേ, വിടാൻ വേണ്ടിയിട്ടല്ല അൻസാരി അയക്കാറ്. റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ പെട്ടെന്ന് നമ്മളെ അക്കൗണ്ടിലേക്ക് കാശ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ അയച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ നോക്കുമ്പോൾ അഭിഷേട്ടൻ പറഞ്ഞു, എന്തായാലും ഈ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, ഈ ഒന്നും ഇതുപോലെ അയച്ചിട്ട് പോകാറില്ല പതിവ്, ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചോ പറഞ്ഞു. ഇപ്പോൾ അൻസാരിയിൽ കയറിയിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊരു അഭിപ്രായം രേഖപ്പെടുത്തി നേരെ വണ്ടിയോടക്ക് വിട്ട് വീട്ടിൽ വന്നേക്ക് തന്നെ ഫിറോസിനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ഫിറോസ് 2 ദിവസമായി പനിച്ച് കിടക്കണ്, ഒരു തീരെ നല്ല പൊന്തലുണ്ടാവുന്നുണ്ട്. ചുള്ളനായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് മാഡത്തിൻ്റെ കാശും വാങ്ങി നേരെ വിട്ട് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഹോസ്പിറ്റലൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. മുസഫയിലുള്ള മറ്റേ LLH ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ പോയൊക്കെ മെഡിക്കൽ നടക്കണ്ടായിരുന്നു. അങ്ങനെ കുറച്ചാകുമ്പോഴത്തേന് ഫിറോസിനെ ഉള്ളിലേക്ക് വിളിച്ച്. പിന്നെ ഞാൻ പ്രസവാഴിക്ക് പെണ്ണുങ്ങൾ കയറ്റിയ പോലെ ഫിറോസ് എങ്ങാനും പുറത്തേക്ക് വേണ്ട നോക്കി നിൽക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ കുറച്ചാകുമ്പോഴത്തേന് ഫിറോസും എത്തി. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ തീരുമാനമാക്കണം. ബാക്കി നമുക്ക് നാളെ നോക്കാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വേണ്ടി ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കല്ലേ.